Today's video is a Wayanad vlog. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ ആദ്യമായിട്ട് പിടിക്കണം കേട്ടോ. വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റ്. ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ ഞങ്ങൾ വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. വയനാട് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വയനാടെത്തി. ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോണത് ഈ ഒരു ഹോട്ടലിലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും വേണ്ടി പോവാണ്. ഇവിടെ ഇങ്ങനത്തെ ഗ്രാമം പോലെയുള്ള കുറേ ഷോപ്പുകളുണ്ട്. ഞാൻ ഇഡ്ഡലിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നെയ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഷോപ്പിൽ ഞങ്ങൾ കയറി. നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. കുറച്ച് ഐറ്റംസ് ഞങ്ങൾ വാങ്ങിച്ചു. ഞങ്ങളിനി പോകുന്നത് ഹണി മ്യൂസിയം കാണാനും വേണ്ടിയാണ്. ലോകത്തിൽ 2 ഹണി മ്യൂസിയം ആണുള്ളത്. അതിൽ രണ്ടാമത്തെ ഹണി മ്യൂസിയം ആണ് വയനാട്ടിലുള്ളത്. ഒന്നാമത്തെ ഹണി മ്യൂസിയം തായ്വാനിലാണ്. നമ്മളിവിടെ കയറുമ്പോൾ തന്നെ വെറൈറ്റീസ് ഓഫ് ഹണീസ് കാണാൻ പറ്റും. സാധാരണ നമ്മൾ ചെറുതേൻ, വലിയ തേൻ, നാട്ടുതേൻ എന്നൊക്കെയല്ലേ കേട്ടിട്ടുള്ളൂ. ഇവിടെ ഓരോ ഹണീസിനും ഓരോ പേരുകളുണ്ട്. മസ്റ്റാർഡ് ഹണി, അതുപോലെ വയനാടൻ ഹണി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനും വ്യത്യസ്ത ടേസ്റ്റും ഉണ്ട്. അതുപോലെ പല ഗുണങ്ങളും ഉണ്ട്. അതൊക്കെ വരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞങ്ങൾ ഇനി ഉള്ളിലോട്ട് കയറാൻ പോവാണ്. തേൻകൂടുകളെ കുറിച്ചും അതുപോലെ അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചൊക്കെ നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ
ഇവരുടെ ബോഡി പാർട്സ്, ലാബുകൾ, കുഞ്ഞുങ്ങൾ, മുട്ടകൾ, അങ്ങനെ ഒരുപാട് വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വേസ്റ്റോട് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം പിഴിഞ്ഞെടുക്കാൻ നോക്കുക ചെയ്യാം. അങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഈ വേസ്റ്റ് എല്ലാം അണയിൽ ഇൻക്ലൂഡ് ആവും. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് വേദന എടുക്കുന്നതിനും വയറ് കമ്പിക്കുന്നതിനൊക്കെ കാരണമാവും. അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യണം. ഉള്ളത് ഒന്ന് തായ്വാനിലാണ്, ഒന്ന് ഈ ബീക്രാഫ്റ്റ് ഹണി മ്യൂസിയം. ഇതാണ് ഇന്ത്യയിലെ ഏക ഹണി മ്യൂസിയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതുപോലെ നമുക്ക് ഇവിടെ തേനീച്ചകളുടെ ലൈഫ് സ്റ്റൈലാണ്. നമ്മളൊക്കെ തേനീച്ചക്കൂട്ടിലേക്ക് കല്ലെറിയാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു റീസണാണ്. തേനീച്ചക്കൂട്ടിലേക്ക് നമ്മൾ കല്ലുകൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് കറക്റ്റ് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് എവിടെ നിന്നാണ് വരുന്നത്, എവിടേക്കാണ് പതിക്കുന്നത്, നമ്മൾ എവിടെയൊക്കെ ഉപയോഗിച്ചാൽ അവർ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ. സിദർ ഹണിയാണ്, അതായത് കാശ്മീർ ഭാഗത്ത് നിന്നൊക്കെ കളക്ട് ചെയ്യുന്നതാണ്. ആപ്പിൾ സ്പീഷീസിലൊക്കെ പെട്ട ജോജോബ എന്ന് പറഞ്ഞ ഫ്രൂട്ടിൻ്റെ പൂക്കളിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഹണിയാണ്. ഷുഗർ ഉള്ളവർക്കൊക്കെ ഡയറക്റ്റ്ലി കഴിക്കുക. അതുപോലെ ഞങ്ങൾ മേടിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറി ആണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മുത്തങ്ങ ബന്ദിപ്പൂർ വഴി കർണാടകയിലോട്ട് പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ സഫാരി എന്ന് പറയുന്നത് 7 മണിക്കാണ് ആരംഭിക്കുക. അതാണ് ഓക്കെ. ഞങ്ങൾ ജീപ്പിലാണ് കേട്ടോ പോകാൻ പോണത്. Who is that? അതാ ആന. മൊത്തം ഫോറസ്റ്റ് അല്ലേ, എല്ലാം ഉണ്ട്. കടുവ, പുലി, ചെന്നായി, കാട്ടുപോത്ത് കാണുന്നുണ്ട്. നിങ്ങൾ കണ്ടോ? കണ്ട് അതാ അവിടെ കരടി കുറച്ചുകൂടെ. ആദ്യത്തെ സഫാരിയും അവസാനത്തെ സഫാരിയും ഒന്നും കൂടി അടിപൊളിയായിരിക്കും. കാരണം കുറേ ആനിമൽസിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പോയിട്ട് ഈ സെൽഫിയാണല്ലോ എടുക്കുന്നത്. ഓന ഇറങ്ങി പോയിട്ട് ആന പോയി സെൽഫി. ആനങ്ങോട്ട് കൂടി വന്ന പിന്നല്ല അതിന് തടിയൻ ചങ്ങായി കൊല്ല വീണുപോയി. അപ്പോൾ ഞങ്ങൾ ഈ ബസ് ഇട്ട് അവിടെ എത്തി. ടൂറിസ്റ്റുകളായിട്ട് പോണ ബസ്. ഈ ബസ് എത്തിയത് കൊണ്ട് ഓൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. 344 സ്ക്വയർ കിലോമീറ്ററാണ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ വലുപ്പം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഫോറസ്റ്റ് കോംപ്ലക്സ് ഇതാണെന്നാണ് കേട്ടോ എനിക്ക് അറിയാൻ സാധിച്ചത്. നമ്മൾ കാട്ടിലൂടെയുള്ള സഫാരി കഴിഞ്ഞ് റോട്ടിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്.
നമ്മൾ തിരിച്ചെത്തി. നമ്മുടെ വയനാട്ടിലെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് കേരള കടന്ന് കർണാടകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് മൈസൂരിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.